നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. BJPക്കെതിരെ നിരന്തരം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്ന അംബാനി അദാനി ബന്ധം രാഹുലിനെതിരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് അംബാനി അദാനി എന്നൊക്കെയുള്ള പേരുകൾ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇതുവരെ ഈ രണ്ട് പേരുകളും പറഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസിന് ലോറിയിൽ പണം എത്തിച്ചതുകൊണ്ടാണോ അതെന്നും മോദി ചോദിക്കുകയുണ്ടായി. അതിന് ഇന്നലെ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു. മറുപടിയിൽ പറയുന്നത് തോൽവി ഭയന്നാണ് എന്നുള്ളതാണ്. ആ വിഷയമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അജിംസ, തോൽവി ഭയന്ന് എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പല പ്രസംഗങ്ങളിലൂടെയും ഇല്ലെങ്കിൽ പല വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും മോദി വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ ചോദ്യമല്ല. പക്ഷേ ഈ അദാനിയെയും അംബാനിയെയും കോൺഗ്രസ് ആക്കുന്ന മോദിയുടെ ഈ ഒരു തന്ത്രം അത് ഈ നാട്ടിൽ ഇനി നടക്കുമോ? ഈ ശാപവാക്കുകളും തെറിവിളികളും ആരുടെ ആയുധമാണ്? അത് പരാജിതൻ്റെ അല്ല, അശക്തൻ്റെ ആയുധമാണ്. ഒരു ശക്തിയുള്ള ഒരാൾക്കെതിരെ പോരാടുന്ന ഒരാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രാവുക, ശപിക്കുക, നീ മുടിഞ്ഞു പോട്ടെ എന്ന് പറയുക, അതുപോലെ തെറി വിളിക്കുക. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഭരണിയെ പറ്റി ആളുകൾ പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണി സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന മനുഷ്യരുടെ പ്രതിഷേധമാണ്. ജാതി ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന മനുഷ്യരുടെ സവർണർക്കെതിരായ പ്രതിഷേധമാണ് തെറിവിളി എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന 10 വർഷം തുടർച്ചയായി ഭരിച്ച 2 ടൈം തുടർച്ചയായി ഭരിച്ച ഒരു പ്രധാനമന്ത്രി, 10 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. കാരണം വെച്ചാൽ അങ്ങനെ 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ പറ്റിയ പ്രധാനമന്ത്രിമാർ അപൂർവമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ. വളരെ സ്റ്റേബിളായിട്ടുള്ള വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് അധികാരത്തിൽ കയറിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, 140 കോടി ജനസംഖ്യയുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ താൻ ചെയ്ത ഈ കഴിഞ്ഞ 10 വർഷം താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാതെ പ്രതിപക്ഷത്തെ പഴി പറയുകയും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും അവരധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യും, ഇവരധികാരത്തിൽ വന്ന് താലിമാല പൊട്ടിച്ച് അവന്മാർക്ക് കൊടുക്കും, അവരധികാരത്തിൽ വന്ന് നിങ്ങളെ സ്വത്തൊക്കെ പിടിച്ചെടുത്ത് അവന്മാർക്ക് കൊടുക്കും എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് പരാജയം മണക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒന്നും പറയാനില്ല. മറ്റൊന്ന് കാറ്റ് മാറി വീശുകയാണെന്ന് തോന്നലെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഡെസ്പറേഷൻ്റെ ഏറ്റവും മൂർത്തീഭാവമാണെന്ത് അദാനി അംബാനിയെ കുറിച്ച് പറയാനുള്ളത്. കാരണം ഒന്ന്, ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ആ രാജ്യത്ത് മൾട്ടി മില്യണർമാരെ കള്ളപ്പണക്കാർ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം 10 വർഷം മുമ്പ് അങ്ങനെയാണെങ്കിൽ അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്, ഇഡിയെ വിട്ടുകൂടെ അങ്ങോട്ട്? അതായത് ടെമ്പോയിൽ പണം എത്തിക്കുന്ന ആൾക്കാരാണ് അദാനിയെങ്കിൽ അങ്ങോട്ട് ഇഡിയെ വിട്ടുകൂടെ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തുമാവട്ടെ, ഇപ്പം കോർപ്പറേറ്റുകൾ, മില്യണേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ഒരു റൂളർ, ഒരു ഭരണാധികാരി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. ഒരു ഇലക്ഷൻ കാലത്തോ ഒരിക്കലും സംസാരിക്കില്ല. അതിന് പല ഡയമെൻഷനുണ്ട്. കാരണം അവരെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു ഇതുവരെ? അവരെ റെഗുലേറ്റ് ചെയ്യേണ്ട സർക്കാർ എന്ത് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ നിർണായകമായ ക്വസ്റ്റ്യൻ. രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇഡിയെ വിട്ടുകൂടെ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കോവിഡ് കാലത്ത് മനുഷ്യന്മാർ നമുക്കൊന്നും ജോലിയില്ലാതെ, ശമ്പളമില്ലാതെ, എല്ലാവരും ശമ്പളമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. ഒന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് 35% നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ വരുമാനം വർദ്ധിച്ചത്. ഒരു വരുമാനവും ഇല്ലാതെ രാജ്യത്ത് ഈ ജനങ്ങൾ മുഴുവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വരുമാനം 35% വർദ്ധിക്കുകയായിരുന്നു. ഇനി ഒന്നാലോചിച്ച് നോക്കുക, 2014 ശേഷം, അതായത് മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ അദാനിയുടെയും അംബാനിയുടെയും സ്വത്തിലുണ്ടായ വളർച്ചയുടെ കണക്ക്, ആ കണക്കും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതെങ്ങനെയാണ് അത്രയും വളർച്ച ഉണ്ടായത്? നമുക്കറിയാം, ലോകത്തെ 1-ാം നമ്പർ ധനികനായി മാറിയതാണ് കുറച്ച് കാലത്തേക്ക് ആര്? അദാനി. ഫോബ്സിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് താഴെ പോയി. അംബാനി അദ്ദേഹത്തെ മറികടന്നു. ഏഷ്യയിലെ ഒന്നാമനായി അംബാനി മാറിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ തന്നെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ, അല്ലെങ്കിൽ സഹസ്രകോടീശ്വരന്മാരുടെ പട്ടികയിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് രാജ്യത്തെ 2 സമ്പന്നന്മാർ വരുന്നു എന്നുള്ള രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെങ്ങനെയാണ് അദാനി അതിലേക്ക് വന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ കൽക്കരിപ്പാടം അലോക്കേഷൻ, കോൾ അലോക്കേഷൻ എന്ന് പറയുന്ന 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ വിവാദമായ, കോൾ ഗേറ്റ് എന്നൊക്കെ പേരിൽ വിവാദമായ അഴിമതിയാണ്. ആ അഴിമതി ആരോപണം, 2G സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളാണ് ആ സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പങ്കുവഹിച്ചത്. അപ്പോൾ അന്ന് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ കോടതി കോൾ അലോക്കേഷൻ ചില റെഗുലേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിട്ടിരുന്നു. അപ്പോൾ അന്ന് ഈ കൽക്കരിപ്പാട അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നയിച്ചവരാണ് BJP. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ കൽക്കരി നിയന്ത്രണം, ആ കൽക്കരി നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതെങ്ങനെ അദാനിയെ സഹായിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, വിദേശത്ത് അദാനി നേടിയിട്ടുള്ള കൽക്കരി പാടങ്ങൾ, ആ കൽക്കരി പാടങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കൽക്കരി ഇറക്കുമതി ചെയ്യുകയാണ്.
അതായത് രാജ്യത്ത് തന്നെ ഈ UPA സർക്കാർ കൊണ്ടുവന്ന കൽക്കരി അലോക്കേഷൻ വഴി രാജ്യത്ത് കൽക്കരി ഖനനം വർദ്ധിക്കുകയും കൽക്കരിയിൽ നിന്നുള്ള ഊർജ്ജം, അതായത് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പവർ കട്ടില്ലാത്തത്, രാജ്യത്ത് എവിടെയും പവർ കട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇറക്കുമതി ചെയ്ത കൽക്കരി കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ അദാനിക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതായത് ഇതിൻ്റെ ഉൽപ്പാദനം കുറച്ചുകൊണ്ട് അതിനെപ്പറ്റി കൽക്കരി സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ്, രാജ്യത്ത് കോൾ ഇന്ത്യ ലിമിറ്റഡാണ് കൽക്കരി ഖനനത്തിനുള്ള പ്രധാന ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരെ നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാന്റെ ഭാഗമായി കക്കൂസ് ഉണ്ടാക്കാൻ വിട്ടു എന്നാണ് അദ്ദേഹം അതിൽ ആരോപിക്കുന്നത്. കോൾ സെക്രട്ടറിയാണ്, അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം എഴുതിയ പുസ്തകമാണ്. അങ്ങനെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനം നടത്തേണ്ട കൽക്കരി ഖനനം നിലയ്ക്കുകയും അദാനിയുടെ കൽക്കരി ഇന്തോനേഷ്യയിൽ നിന്ന് മറ്റിടന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തു. ഇതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ കൽക്കരി ഇറക്കുമതിയിലൂടെ എങ്ങനെയാണ് അദാനി കള്ളപ്പണം വെളുപ്പിച്ചതെന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ്. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ 2-3 മാസം കുറച്ച് നാളായിട്ടുള്ളൂ. എങ്ങനെയാണ് ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ദുബായിക്ക് ഒരു കൺസൈൻമെൻറ്റ് കൊടുക്കുകയും ദുബായിൽ നിന്ന് വേറെ ഒരു ഇൻവോയ്സ് വഴി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അതുവഴി കള്ളപ്പണം വിളിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വന്നതാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസിന് മോദി മറുപടി പറയേണ്ടി വരും ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ. ഒന്ന്, എങ്ങനെയാണ് അദാനിയും അംബാനിയും മില്യണേഴ്സ് ആയത്? 2, ടെമ്പോയിലാണ് ഇവർ പണം കൊടുക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ടെമ്പോയിൽ എങ്ങനെയാണ് പണം കൊണ്ടുവന്ന് മോദിക്ക് അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ അത് കള്ളപ്പണമായിരിക്കുമല്ലോ, അത് പിടിച്ചെടുക്കാൻ ഇടി എന്തുകൊണ്ടാണ് അയക്കാത്തത്? ഏറ്റവും വലിയ കള്ളപ്പണം ശേഖർ അവരുടെ കയ്യിലാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക. 3-ാമത്തെ കാര്യം, എന്തുകൊണ്ട് മോദി ഇപ്പോൾ അദാനിക്കും അംബാനിക്കെതിരെ സംസാരിക്കുന്നു? ഇതുവരെ മിണ്ടാത്ത മോദി എന്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നു ചോദിച്ചാൽ, വർഗീയത പറഞ്ഞിട്ടും പോളറൈസേഷൻ നടത്തിയിട്ടും പിന്നെ പ്രതിപക്ഷത്തെ പഴിച്ചിട്ടും ഒന്നും ഒരു മെനയാവുന്നില്ല സജി എന്നാണ് അതിൻ്റെ ഉത്തരം. ഈ മെനയാവുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിം വിരുദ്ധത ഇല്ലെങ്കിൽ നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന മതം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നൊക്കെയുള്ള തരത്തിൽ പലയിടത്തും സംസാരിക്കുകയുണ്ടായി. പക്ഷേ മോദിയെ പോലെ ഒരാൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ട്, നമുക്ക് ഇതൊക്കെ അറിയാം എന്ന് ഈ രാജ്യത്തെ ഒരു ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലും ഇത് അറിയാം എന്നൊരു ബോധം ഇല്ലാതെ മോദി സംസാരിക്കുന്നു ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് ഈ 2 പേരുകൾ ഉപയോഗിച്ചതിലൂടെ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ ഇതിലെ പ്രതികരണമാണ്. കുറച്ച് സന്തോഷമൊക്കെ തോന്നി ആക്ച്വലി ഇത് കണ്ടപ്പോൾ. കാരണം ഇതിനു മുമ്പ് ഈ പറഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ പോലും പ്രതികരിക്കാത്ത രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ വന്ന് പ്രതികരിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു ആ പ്രതികരണം. അപ്പം ഈ പ്രതികരണത്തിലൂടെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ? മോദിക്ക് ഇത് എത്ര വലിയ ആഘാതമായിരിക്കും ഉണ്ടാക്കുക? അതിൽ തന്നെ നമ്മൾ കാണേണ്ട കാര്യം, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് മുതലാളിമാരുണ്ട്, വലിയ വലിയ മുതലാളിമാർ. എന്ന് പറഞ്ഞാൽ സ്വന്തമായി വിമാനങ്ങളുള്ള മുതലാളിമാർ, വിമാനത്താവളങ്ങളുള്ള മുതലാളിമാർ, കപ്പലുകളുള്ള മുതലാളിമാർ, കപ്പൽശാലകളുള്ള മുതലാളിമാർ. അദാനി എന്ന മുതലാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തമായി പ്രധാനമന്ത്രിയുള്ള ലോകത്തെ ഏക മുതലാളിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനൊരു മുതലാളി ലോകത്ത് എവിടെയില്ല. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് സ്വന്തമായി പ്രധാനമന്ത്രിയുള്ളൊരു മുതലാളി. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ഇദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് ഞാൻ കാണുന്നത്, സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മുതലാളിമാരെ വിമർശിക്കാറില്ല. ഇപ്പം മറുപക്ഷത്തിന് കൂടുതൽ സഹായം ചെയ്യുന്ന മുതലാളിമാരാണെങ്കിലും പേര് പറഞ്ഞ് വിമർശിക്കുന്നത് പതിവില്ല, ഇല്ലയെന്ന് തന്നെ നമുക്കറിയാം. അതിൻ്റെ കാരണം വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളും അവരൊക്കെ കാണേണ്ടതല്ലേ എന്നുള്ള ഒരു വിചാരം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട്. പക്ഷേ നമുക്ക് രാഹുൽ ഗാന്ധി പുള്ളി പോകുന്നിടത്തെല്ലാം ഈ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പാർലമെൻറ്റ് തന്നെ എത്ര തവണയാണ് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മഹത്വം തന്നെയാണ്. അദ്ദേഹം അത് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, പാർട്ടിയിലെ മറ്റു ഭാരവാഹികൾ അത് ഏറ്റെടുക്കുന്ന പോലുമില്ല, പലപ്പോഴും അത് ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതെന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിൽ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ അദാനി ഇന്ത്യൻ എക്കണോമിയിൽ, ഇന്ത്യൻ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുന്ന ആഘാതം, എങ്ങനെയാണ് മോഡി അദാനിയെ വളർത്തിയത്, അദാനി മോഡിയെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്ന് മാത്രമല്ല, ഹിഡൻബർഗ് റിപ്പോർട്ടുണ്ടല്ലോ, ഹിഡൻബർഗ് റിപ്പോർട്ടിലെ പല വെളിപ്പെടുത്തലുകളും കുറിച്ചും നേരത്തെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ പുള്ളി അതിൽ വെൽ സ്റ്റഡീഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അദാനിയെക്കുറിച്ച് പറയുന്നത് മോഡിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ്.
പക്ഷെ ഇപ്പം എന്തിനാണ് മോഡി ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് കാരണം ധന്യ പറഞ്ഞ തന്നെയാണ്. ഇത് എത്ര ദിവസമായിട്ട് ഒരാഴ്ചൻ്റെ മേലെ എല്ലാ ദിവസവും മുസ്ലിങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കുന്നു, കെട്ടുതാലി കൊടുക്കുന്നു, മംഗലസൂത്രം കൊടുക്കുന്നു. ഇത് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റ് ടീം ഇവർ അധികാരത്തിൽ ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളാണ് ഉണ്ടാകുക. ഇതാണ് ഈ ചങ്ങായി പറയുന്നത്. ഇത് ഇയാളൊരു പ്രധാനമന്ത്രി എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ എന്നിട്ടരിശം തീരാഞ്ഞിട്ടവൻ മണ്ടി നടന്നെന്ന് പറഞ്ഞാൽ അരിശം പിടിച്ച് മണ്ടി നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ അരിശത്തിനിടയിൽ ഇതിങ്ങനെ ഈ വർഗീയത പറഞ്ഞിട്ട് വലിയൊരു ഇളക്കമൊന്നും കാണുന്നില്ല. ഇത് ഈ മധ്യപ്രദേശിലെ ഒരു റാലിയിൽ ഇയാൾ ഈ വർഗീയത ഇങ്ങനെ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അതിന് മറുപടി പറയണം, ജറൂർ ഇത് മറുപടി പറയണമെന്ന് പറയണം. അപ്പോൾ ആളുകൾ ഹാ എന്ന് പറയും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. അപ്പം സദസ്സിന്ന് എന്തോ ഒരു ഒച്ച കേൾക്കും. അപ്പോൾ മോഡി തന്നെ പറയുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് സൗണ്ട് പോരാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിങ്ങനെ തിരിച്ച് വർഗീയത ഇങ്ങനെ കറക്കി പ്രസംഗിച്ചിട്ട് വലിയൊരു ഇളക്കമൊന്നും ഇല്ലാണ്ടാകുമ്പോൾ പുള്ളി തന്നെ ഇളക്കം ഉണ്ടാക്കുകയാണ്. അങ്ങനൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും പ്രകടമായി കാണാതായപ്പോഴാണ് എനിക്ക് തോന്നുന്ന ഒരു നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരിക്കും അദാനി അംബാനി നിനക്ക് പൈസ തന്നിട്ടില്ലടാ, ലോറിയിൽ കൊണ്ടുവന്നിട്ടില്ലടാ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൂളായിട്ട് പറയുന്നത്, ദേ നിങ്ങളുടെ കയ്യിൽ EDയും CBIയും ഒക്കെ ഉണ്ടല്ലോ, വിട്ടു നോക്കുന്നേ, ഒന്ന് അവരെ വിട്. ഈ പറഞ്ഞ ട്രക്ക് ലോഡിൽ പണം കൊണ്ടുവരണമെങ്കിൽ അത് കള്ളപ്പണം മാത്രമാണ്, നിങ്ങൾ ആളെ വിടുന്നേ. അപ്പോൾ ആളെ വിടാൻ അതാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ സകല കള്ളപ്പണവും പിടിച്ചെടുക്കുന്ന രക്ഷകനായി അവതരിച്ചിരിക്കുന്ന ആളാണല്ലോ മോഡി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതിൽ എന്നാൽ ഇത് ഒരു നിലയ്ക്ക് ഒരു അജണ്ട റീസെറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ വർഗീയതയല്ലാത്തതും പറയാവുന്നൊരു സാഹചര്യം മോഡി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് ഇനി സംസാരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതിന് അഡാനിയെക്കുറിച്ച് രാഹുൽ എത്ര സംസാരിക്കുന്നുവോ അത്രത്തോളം മോഡി ഉത്തരം കിട്ടാതെ അലയും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ആ വീഡിയോയിൽ അവസാനിപ്പിച്ചാൽ പോരാന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ടേമിലെങ്കിലും ഇത് ഹെൽപ്പാവും, ഈ ഒരൊറ്റ വീഡിയോ അത് ഹെൽപ്പാവും. ആ വീഡിയോൻ്റെ വേറെ പ്രത്യേകമാണ് അസാധാരണമായ ഒരു ആത്മവിശ്വാസം. നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഈ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്ന ഒരു സ്നിപ്പറ്റ് അതാണത്. അതിൻ്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വോ 20,000 കരോड़ റുപ്യ കിസ്കാ ഥാ എന്നൊരു ക്വസ്റ്റ്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. ആ 20,000 കോടി ആരുടെയാണ്? ആ 20,000 കോടിയെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് നല്ല ബോധ്യമുണ്ട്. ആ 20,000 കോടി BJPക്കുള്ള പങ്കാണ് എന്നാണ് അദ്ദേഹം അതുകൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്ത് അദ്ദേഹത്തിന് മാത്രമല്ല മഹുവ മൊയ്ത്ര എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? മഹുവ മൊയ്ത്ര പുറത്താക്കിയതിന്റെ കാരണം മഹുവ മൊയ്ത്ര പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളിൽ 95% അദാനിയെ കുറിച്ചുള്ളതായിരുന്നു എന്നുള്ളതാണ്.